Dear children, accountancy ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എമംഗ് പാർട്ട്നേഴ്സ് അഥവാ പാർട്ട്നേഴ്സ് തമ്മിൽ ലാഭം പങ്കിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. The profits and losses of the firm are distributed among the partners in an agreed ratio. However, if the partnership deed is silent, the firm's profits and losses are to be shared equally by all the partners. സ്ഥാപനത്തിനുള്ള ലാഭവും നഷ്ടവും പാർട്ട്നേഴ്സ് ഒരു നിശ്ചിത അനുപാതത്തിൽ പങ്കിടുന്നു. എന്നാൽ ഈ കാര്യത്തെക്കുറിച്ച് പാർട്ണർഷിപ്പ് ഡീഡിൽ പരാമർശമില്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ലാഭവും നഷ്ടവും എല്ലാ പങ്കാളികളും തുല്യമായി പങ്കിടണം. ഒരു ഏകാംഗ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫേമിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരമുള്ള ലാഭം അല്ലെങ്കിൽ നഷ്ടം ഉടമസ്ഥന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് മാറ്റുന്നത് എന്നത് നമുക്കറിയാം. എന്നാൽ പാർട്ണർഷിപ്പ് ബിസിനസിന്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, കമ്മീഷൻ ഇവയ്ക്കൊക്കെ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ആവശ്യമാണ്. ഇതിനു വേണ്ടി സ്ഥാപനം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുകയും ലാഭം അല്ലെങ്കിൽ നഷ്ടം കണക്കാക്കി പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോയും വീതിക്കുകയും ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അഥവാ ലാഭനഷ്ട വിനിയോഗ അക്കൗണ്ട്, അതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിലൊന്ന് ഡിഫറൻസ് ബിറ്റ്വീൻ ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റും അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ? ലാഭത്തിനെതിരെ നിരക്ക് ഈടാക്കുക. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാലോ ലാഭം വിനിയോഗിക്കുക, അല്ലെ? ലാഭം വിനിയോഗിക്കുക അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നന്നായി മനസ്സിലാക്കിയിരിക്കണം. ഫസ്റ്റ് ബേസിസ് നേച്ചർ, രണ്ടിന്റെയും നേച്ചറിനെ ബേസ് ചെയ്ത് ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ഡിഡക്ഷൻ ഫ്രം റവന്യൂ ടു ഡിറ്റർമൈൻ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ഇയർ. ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഐറ്റംസ് എല്ലാം ഒരു വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതാത് വർഷത്തെ റവന്യൂവിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യേണ്ടതാണ്. ഈ ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് ഐറ്റംസ് എല്ലാം നമ്മൾ ഏതെങ്കിലും ഒരു വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതാത് വർഷത്തെ റവന്യൂവിൽ നിന്നും നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടതാണ്. ക്ലിയർ? ഇനി അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാലോ പറഞ്ഞു. അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിനിയോഗിക്കുക അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രോഫിറ്റ് വിതരണം ചെയ്യുക. It means distribution of net profit for the year among partners under different heads as per the partnership deed. ഇവിടെ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്ത ശേഷം, അതായത് ഇവിടെ ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് ഐറ്റംസ് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പ്രൊവൈഡ് ചെയ്ത ശേഷം അവൈലബിൾ ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിനെ പാർട്ണർഷിപ്പ് ഡീഡ് പ്രകാരം പാർട്ട്നേഴ്സിന് ഡിഫറെന്റ് ഹെഡുകളിലാക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഇതിന്റെ റെക്കോർഡിങ്ങിനെ ബേസ് ചെയ്ത് ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റ് ഈ ഐറ്റംസ് എല്ലാം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ നമ്മൾ ഈ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് റവന്യൂവിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നതാണ് ഇതിന്റെ നേച്ചർ എന്ന് പറഞ്ഞു. അങ്ങനെ റവന്യൂവിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നു, അല്ലെ? അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മളെല്ലാ റവന്യൂസും റെക്കോർഡ് ചെയ്യും. അപ്പൊ അതിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഈ ചാർജ് എഗനിസ്റ്റ് പ്രോഫിറ്റുകളെല്ലാം ഡെബിറ്റ് ചെയ്യണം. ഇനി അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റോ ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലാണ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിയ ശേഷം അതിനോടനുബന്ധിച്ച് മറ്റൊരു അക്കൗണ്ടും കൂടി നമ്മൾ തയ്യാറാക്കണം. ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നത് കാണിക്കുന്ന മറ്റൊരു അക്കൗണ്ട് തയ്യാറാക്കണം. ആ അക്കൗണ്ടിലാണ് നമ്മൾ ഈ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ് എല്ലാം നമ്മൾ
റെക്കോർഡ് ചെയ്യേണ്ടത്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, പ്രയോറിറ്റിയെ ബേസ് ചെയ്ത് ഇറ്റ് ഈസ് ഡൺ ബിഫോർ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ ഈ ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റുകളെല്ലാം നമ്മൾ ഈ അപ്രോപ്രിയേഷൻ നടത്തുന്നതിന് മുൻപ് തന്നെ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഇറ്റ് ഈസ് ഡൺ ബിഫോർ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. നമ്മുടെ ലാഭം വിനിയോഗിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഈ ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റുകളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകണം. അതിനുശേഷമാണ് ഇറ്റ് ഈസ് ഡൺ ആഫ്റ്റർ അക്കൗണ്ടിങ് ഓഫ് ഓൾ ചാർജസ്. എന്നാൽ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് നമ്മൾ ചെയ്യുന്നത് ഏതിനു ശേഷം മാത്രമാണ്? ഈ ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റിന് ശേഷമാണ് നമ്മൾ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് നടത്തുന്നത്. നെക്സ്റ്റ്, ഇതിനുള്ള ഉദാഹരണങ്ങളാണ്. ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റിന് ഉദാഹരണം എന്ന് പറയുമ്പോൾ റെന്റ് പെയ്ഡ് ടു എ പാർട്ട്ണർ, ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ, ഇതൊക്കെ ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. ഇതൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇതെല്ലാം നമ്മൾക്ക് ആ ഫേമിന് ഈവൻ ലോസ് ആണെങ്കിൽ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അതായത് ഇപ്പോൾ പാർട്ട്ണർക്ക് റെന്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു പാർട്ട്ണർ ആയിരിക്കും അതിൻ്റെ ആവശ്യമായ ബിസിനസ്സിന് ആവശ്യമായ റൂം തന്നിരിക്കുന്നത്. അപ്പോൾ ആ പാർട്ട്ണർക്ക് എന്ത് ചെയ്യണം? റെന്റ് കൊടുക്കണം. അങ്ങനെ ആ കൊടുക്കാനുള്ള റെന്റ്. അതുപോലെ ഏതെങ്കിലും പാർട്ട്ണർ ഫേമിലേക്ക് ലോൺ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ലോണിന് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ്, ഇതൊക്കെ എന്ന് പറയുന്നത് ചാർജ് എഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. അതായത് ഈവൻ പ്രോഫിറ്റ് ഇല്ല, ലോസ് ആണെങ്കിലും ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഇതെല്ലാം എവിടെയാണ് ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റിന്റെ എക്സാമ്പിൾസ് നോക്കിക്കേ. സാലറി ടു പാർട്ട്നേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് ടു ജനറൽ റിസർവ്. ഇപ്പൊ സാലറി, പാർട്ട്നേഴ്സിന്റെ സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റിന് ഉദാഹരണങ്ങളാണ്. അതായത് ഇതൊക്കെ ലാഭമുണ്ടെങ്കിൽ മാത്രം പ്രൊവൈഡ് ചെയ്യേണ്ടുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ അതായത് ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് ടു ജനറൽ റിസർവ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റിന് എക്സാമ്പിൾസ് ആണെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ? ഇനി നമുക്ക് ഈ ഒരു നോട്ട് കൂടി നോക്കിയിട്ട് പോകാം. പേയ്മെന്റ് മെയ്ഡ് ഓർ ഡ്യൂ ടു എ പാർട്ട്ണർ മേ ബി എ ചാർജ് എഗൈൻസ്റ്റ് പ്രോഫിറ്റ് ഓർ ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ ഒരു പാർട്ട്ണർക്ക് നൽകുന്ന പേയ്മെന്റ് അല്ലെങ്കിൽ പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ചാർജ് എഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആകാം, അല്ലെങ്കിൽ അത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആകാം. അപ്പം നമുക്കിത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. ചാർജ് എഗൈൻസ്റ്റ് പ്രോഫിറ്റ് മീൻസ് that the amount should be paid or credited to partner's capital account whether the firm earns profit or not. ഉണ്ടോ? ചാർജ് എഗൈൻസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? അത്തരം എമൗണ്ടുകളെല്ലാം പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് കൊടുക്കണം. ആ ഫേമിന് ലാഭം ആണെങ്കിലും അല്ലെങ്കിലും, അതായത് ലാഭമായാലും നഷ്ടമായാലും ചാർജ് എഗൈൻസ്റ്റ് പ്രോഫിറ്റ് വരുന്ന എമൗണ്ടുകളെല്ലാം പാർട്ട്നേഴ്സിന് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. വേറാസ് അപ്രോപ്രിയേഷൻ മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് അലൗഡ് ഓൺലി വെൻ ദ ഫേം ഏൺസ് പ്രോഫിറ്റ്. എന്നാൽ അപ്രോപ്രിയേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അത് ആ ഫേമിന് ലാഭമാണെങ്കിൽ മാത്രം പാർട്ട്നേഴ്സിന് പ്രൊവൈഡ് ചെയ്താൽ മതി. അപ്പോൾ അപ്രോപ്രിയേഷൻ വരുന്ന എമൗണ്ടുകളെല്ലാം പാർട്ട്നേഴ്സിന് കൊടുക്കണമെങ്കിൽ അവിടെ ലാഭമുണ്ടെങ്കിൽ മാത്രം മതി. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്, അതായത് ലാഭത്തെ വിനിയോഗിക്കുന്നതാണ്. അവിടെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇനി ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ ആൻഡ് റെന്റ് പേയബിൾ ടു എ പാർട്ട്ണർ ആർ ചാർജ് എഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് നോട്ട് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, പാർട്ട്നേഴ്സിന് തന്നിട്ടുള്ള ലോണിന്റെ ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ, അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ലോണിന് കൊടുക്കേണ്ടുന്ന ഇൻട്രസ്റ്റ്, അതുപോലെ റെന്റ് പേയബിൾ ടു എ പാർട്ട്ണർക്ക് കൊടുക്കേണ്ടുന്ന വാടക, അതൊക്കെ എന്ന് പറയുന്നത് ചാർജ് എഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആണ്, അല്ലാതെ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ല. ഇവിടെ നോക്കിക്കേ, ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ, ഇതിന്റെ ട്രീറ്റ്മെന്റ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ. ഇഫ് എനി പാർട്ട്ണർ ഗീവ്സ് ലോൺ ടു ദി ഫേം, he should receive interest at the agreed rate as specified in the partnership deed. ഏതെങ്കിലും പാർട്ട്ണർ ഫേമിലേക്ക് ലോൺ നൽകിയിട്ടുണ്ട് എങ്കിൽ ആ പാർട്ട്ണർക്ക് പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുള്ള ആ റേറ്റിൽ തന്നെ ഇൻട്രസ്റ്റ് ലഭിക്കും. പാർട്ണർഷിപ്പ് ഡീഡിൽ റേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റേറ്റിൽ തന്നെ ആ ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതാണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എഗ്രിമെന്റ് ഓർ ഡീഡ്, the Indian Partnership Act 1932 will apply and the lending partner will get interest at the rate 6% per annum on loan. ഇനി
അത്തരം ഒരു എഗ്രിമെന്റ് ഇല്ല അല്ലെങ്കിൽ ഡീഡ് ഇല്ല എങ്കിൽ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രൊവിഷനാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അറിയാം. അതിലെന്താണ് പറയുന്നത്? ലെൻഡ് ചെയ്യുന്ന, അതായത് ലോൺ തന്ന പാർട്ണർക്ക് 6% പലിശ വെച്ച് കൊടുക്കേണ്ടതാണ്. ഇനി നേച്ചർ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ. ഇതിന്റെ നേച്ചർ എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ ഈസ് എ ചാർജ് എഗൈൻസ്റ്റ് പ്രോഫിറ്റ്. ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ എന്ന് പറയുന്നത് ചാർജ് എഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. ഇറ്റ് മീൻസ് ദാറ്റ് എ പാർട്ണർ വിൽ ഗെറ്റ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ വെദർ ദ ഫേം ഹാസ് ഏൺഡ് പ്രോഫിറ്റ് ഓർ ഇൻകർ ലോസ്. അതായത് ആ ലോൺ തന്ന പാർട്ണർക്ക് അതിന് പലിശ കിട്ടിയിരിക്കും. അത് ആ ഫേമിന് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഫേം എന്ത് ചെയ്യണം? ആ പാർട്ണർക്ക് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അതാണ് അതിന്റെ നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ചാർജ് എഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. ഇനി അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ ബീങ് എ ചാർജ് എഗൈൻസ്റ്റ് പ്രോഫിറ്റ് ഈസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ചാർജ് എഗൈൻസ്റ്റ് പ്രോഫിറ്റ് ഐറ്റം ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്? ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. On the other hand, interest on partner's loan is a gain to a partner as a lender. നേരെ മറിച്ച് പാർട്ണറെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ എന്ന് പറയുന്നത് എന്താണ്? ഗെയിൻ ആണ് അല്ലേ? ലെൻഡ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഗെയിൻ ആണ്. ഫേമിനെ സംബന്ധിച്ച് അതെന്ന് പറയുന്നത് ഒരു എക്സ്പെൻസും ആണ്. ഹെൻസ് ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ഹിസ് ലോൺ അക്കൗണ്ട്. അപ്പോൾ ലെൻഡ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഇത് ഗെയിൻ ആയത് കാരണം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ, ലെൻഡ് ചെയ്യുന്ന പാർട്ണറുടെ അക്കൗണ്ടിൽ, ലോൺ അക്കൗണ്ടിൽ അതെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റഡ് ടു ഹിസ് ലോൺ അക്കൗണ്ട്. ലോൺ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. ആ ഇൻട്രസ്റ്റ് അയാൾക്ക് കിട്ടുന്നത് അയാളെ സംബന്ധിച്ച് ഗെയിൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ലോൺ അക്കൗണ്ടിൽ ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ആൻഡ് നോട്ട് ടു ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അല്ലാതെ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലല്ല. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ലോണ് പാർട്ണറുടെ ലോൺ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ അതിന്റെ ജേർണൽ എൻട്രി കൂടെ നോക്കിക്കോളുക. ടു പ്രൊവൈഡ് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ. പാർട്ട്നേഴ്സിന്റെ ലോണിന്റെ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ഡെറ്റഡ് ടു പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. അപ്പം ഇൻട്രസ്റ്റ് ഓൺ പാർട്ണറുടെ ലോണിന്റെ ഇൻട്രസ്റ്റ് എത്രയാണ്? ആ അക്കൗണ്ട് ഡെറ്റഡ് ടു പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എന്നും, പിന്നെ ആ ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എന്നുമാണ് എൻട്രി കൊടുക്കേണ്ടത്. അപ്പം ഇതൊക്കെ നമുക്ക് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആകും. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫേമിനെ പോലെ തന്നെ പാർട്ണർഷിപ്പ് ഫേമും ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇവയൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ഇതുകൂടാതെ ഒരു പാർട്ണർഷിപ്പ് ഫേം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും തയ്യാറാക്കുന്നു. അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിനിയോഗിക്കൽ അല്ലേ? അതായത് ലാഭനഷ്ട വിനിയോഗിക്കൽ അക്കൗണ്ട്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ കേവലം എക്സ്റ്റൻഷൻ അഥവാ വിപുലീകരണമാണ്. പാർട്ട്നേഴ്സ് എങ്ങനെയാണ് ലാഭം അല്ലെങ്കിൽ നഷ്ടം വീതിക്കുന്നത് എന്ന് ഇത് കാണിക്കുന്നു. പാർട്ട്നേഴ്സ് സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇവയെല്ലാം ഈ അക്കൗണ്ടിലൂടെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലൂടെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നുള്ള നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കാണിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഫോർമാറ്റും കൂടി നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ തുടർച്ചയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ്, ഏത് വർഷം അവസാനത്തെയാണോ ആ വർഷം. ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്, പർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ് എമൗണ്ട് കോളം, ക്രെഡിറ്റ് എമൗണ്ട് കോളം. ഇനി ഈ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരുന്നത്, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എന്താ ചെയ്യുന്നത്? എക്സ്പെൻസസും ലോസസും എല്ലാം ഡെബിറ്റും ഇൻകംസും ഗെയിൻസും എല്ലാം ക്രെഡിറ്റും അല്ലേ ചെയ്യുന്നത്. അത് തന്നെ ഇവിടെയും ഉള്ള റൂള്. അപ്പോൾ ഫേമിനെ സംബന്ധിച്ചുള്ള എക്സ്പെൻസസും ലോസസും എല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും ഫേമിനെ സംബന്ധിച്ചുള്ള ഇൻകംസും ഗെയിൻസും എല്ലാം അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലുമാണ് രേഖപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എക്സ്റ്റൻഷൻ ആണെന്ന് പറഞ്ഞു. ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ് എങ്കിൽ ആ നെറ്റ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നും പറഞ്ഞ്
നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് ആണ് എങ്കിൽ ആ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം രേഖപ്പെടുത്താൻ. ഇനി നേരെ മറിച്ച് റിസൾട്ട് നെറ്റ് ലോസ് ആണ് എങ്കിൽ ആ നെറ്റ് ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വേണം രേഖപ്പെടുത്താൻ. എങ്ങനെ? ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നെറ്റ് ലോസ് ട്രാൻസ്ഫേർഡ് ഫ്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും കിട്ടിയ ആ നെറ്റ് ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും, നെറ്റ് പ്രോഫിറ്റ് ആണ് എങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും വേണം രേഖപ്പെടുത്താൻ. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യുന്ന നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് വെച്ചിട്ടാണ്. അതിൽ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും, നെറ്റ് ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും വേണം രേഖപ്പെടുത്താൻ. ക്ലിയർ? ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നുള്ള നെറ്റ് പ്രോഫിറ്റ് കൂടാതെ ക്രെഡിറ്റ് ചെയ്യേണ്ട മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഇത് പാർട്ട്ണറെ സംബന്ധിച്ച് ലോസ് ആണ്, പക്ഷേ ഫേമിനെ സംബന്ധിച്ച് ഒരു ഇൻകം ആണ്. ശരിയല്ലേ? അതായത് പാർട്ട്ണർ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന് പാർട്ട്ണർ ഫേമിലേക്ക് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അല്ലേ? അപ്പോൾ ഫേമിനെ സംബന്ധിച്ച് അതൊരു ഇൻകം ആണ്. അത്രയും ഇൻട്രസ്റ്റ് ഫേമിലേക്ക് കിട്ടുകയല്ലേ? അപ്പോൾ ഫേമിനെ സംബന്ധിച്ച് അതൊരു ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ഒരു പാർട്ട്ണറെ സംബന്ധിച്ച് ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പറയുന്നത് ലോസുമാണ്. മനസ്സിലായില്ലേ? അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഒന്ന് നെറ്റ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നുള്ള നെറ്റ് പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്യണം. അതുകൂടാതെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അതും എന്ത് ചെയ്യേണ്ടതാണ്? ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. കാരണം ഇത് രണ്ടും ഇൻകംസ് അല്ലെങ്കിൽ ഗെയിൻസ് ഫേമിനെ സംബന്ധിച്ച്, ഫേമിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഇൻകം ആണ് അല്ലേ? അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ എന്ത് ചെയ്തിരിക്കുന്നത്? ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് ഒന്ന് നമ്മൾ പറഞ്ഞു, ഈ നെറ്റ് ലോസ് ഡെബിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത് കൂടാതെ ഡെബിറ്റ് ചെയ്യേണ്ട മറ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽസ്, മറ്റൊന്ന് പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, റിസർവ്, ഇതൊക്കെയാണ്. അപ്പൊ നോക്കിക്കേ, ഇതെല്ലാം അതായത് നെറ്റ് ലോസ്, ഇപ്പൊ എക്സ്പെൻസസും ലോസസും എല്ലാം ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ അത് റൂൾ വെച്ചിട്ട് ശരിയാണ്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫേമിനെ സംബന്ധിച്ച് അതെന്താണ്? എക്സ്പെൻസ് അല്ലേ? അതായത് പാർട്ട്ണർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിന് ഫേമിൽ നിന്ന് പാർട്ട്ണർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതാണ്. അത് ഈ ഫേമിനെ സംബന്ധിച്ച് എന്താണ്? ദാറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ത് ചെയ്യേണ്ട ഐറ്റമാണ്? ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ് അല്ലേ? ഇനി പാർട്ട്ണർക്ക് സാലറി കൊടുക്കുക എന്ന് പറഞ്ഞാലോ അതും എന്താണ്? ഫേമിനെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ് അല്ലേ? കമ്മീഷൻ കൊടുക്കണം എന്ന് പറഞ്ഞാലോ അതും ഫേമിനെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഫേമിനെ സംബന്ധിച്ച് ഫേമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സ്പെൻസ് ആയിട്ട് വരുന്ന ഈ ഐറ്റംസ് എല്ലാം എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇനി വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ പാർട്ട്ണറെ സംബന്ധിച്ച് ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, ഇതൊക്കെ എന്ന് പറയുന്നത് പാർട്ട്ണറെ സംബന്ധിച്ച് ഇൻകമാണ്. മനസ്സിലായോ? അതാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടിരിക്കുന്നത്. ഈ ഐറ്റംസ് ഒക്കെ പാർട്ട്ണറെ സംബന്ധിച്ച് ഇൻകമാണ്. ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടുക, സാലറി കിട്ടുക, കമ്മീഷൻ കിട്ടുക എന്നൊക്കെ പറയുന്നത് അല്ലേ? പക്ഷേ ഫേമിനെ സംബന്ധിച്ച് ഇതെല്ലാം എന്താണ്? എക്സ്പെൻസ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഓർത്തിരുന്നാൽ മതി. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത് ഫേമിന്റെ എക്സ്പെൻസുകളും ലോസസുമാണ്. അതുപോലെ ക്രെഡിറ്റ് ചെയ്യുന്നത് ഇൻകംസും ഗെയിൻസും ആണ്. അത് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലും ഫേമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പാർട്ണർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്പെൻസസും ലോസസും അതെല്ലാം എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. ഫേമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന ഇൻകംസും ഗെയിൻസും എല്ലാം അതിൽ ക്രെഡിറ്റും ചെയ്യുന്നു. ക്ലിയർ? ഇനി മുകളിൽ പറഞ്ഞ ഈ ഐറ്റംസ് കൂടാതെ പാർട്ട്നേഴ്സ് തീരുമാനിക്കുകയാണ് കുറച്ചു തുക റിസർവ് അല്ലെങ്കിൽ കരുതൽ ധനമായിട്ട് മാറ്റിയേക്കാം. അങ്ങനെയാണെങ്കിൽ അതിനുശേഷമുള്ള തുക ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി അല്ലേ? അപ്പൊ കുറച്ച് തുക ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി ഇതെല്ലാം കൊടുത്തു.
ഇനി കുറച്ച് എന്നിട്ടും പ്രോഫിറ്റ് മിച്ചമുണ്ട്. അപ്പോൾ കുറച്ച് തുക ഭാവിയിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് റിസർവ് ആയിട്ട് മാറ്റിയേക്കാമെന്ന് തീരുമാനിക്കണം. അതിനുശേഷമുള്ള പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. അങ്ങനെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതും കൂടി മാറ്റിയ ശേഷമുള്ള എമൗണ്ട് വേണം ഡിവിസിബിൾ പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ ആ റിസർവിലേക്ക് മാറ്റുന്ന തുകയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പം ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് റിസർവും കൂടി മാറ്റുന്നുണ്ടെങ്കിൽ അതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇത്രയും റെക്കോർഡ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടോട്ടലി ചെയ്യുക, ബാലൻസ് ചെയ്യുക. അപ്പോൾ ഈ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ അവിടെ ഡിവിസിബിൾ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ പ്രോഫിറ്റിനെ പാർട്ട്നേഴ്സിന് അവരുടെ ഡീഡ് പ്രകാരമുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിക്കാം. ഡീഡ് ഇല്ല എങ്കിൽ അത് തുല്യമായിട്ട് വീതിക്കാം. ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ നമുക്കിവിടെ റിസൾട്ട്, അതായത് ഇൻകംസും ഗെയിൻസും കൂടി നിൽക്കുമ്പോൾ അവിടെ റിസൾട്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിരിക്കും. ഇവിടെ കിട്ടുന്ന ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാകത്തിനുള്ള പ്രോഫിറ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ ആ പ്രോഫിറ്റിനെ ഒന്നുകിൽ അവരുടെ ഡീഡിൽ പറഞ്ഞിട്ടുള്ള റേഷ്യോയിൽ, അല്ലെങ്കിൽ ഡീഡ് ഇല്ല എങ്കിൽ തുല്യമായിട്ട് പാർട്ട്നേഴ്സിന് എത്ര പേരുണ്ടോ അവർക്ക് വീതിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പൊ ആ പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒന്നുകിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലേക്ക് ആയിരിക്കും. അപ്പൊ നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അത് ഏത് അക്കൗണ്ടിലേക്കായിരിക്കും യൂസ് ചെയ്യേണ്ടത്? ഉണ്ടോ? ഓൾവേസ് റിമെമ്പർ ദാറ്റ് എമൗണ്ട് പേയബിൾ ടു പാർട്ട്ണർ എക്സെപ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആൻഡ് റെന്റ് സച്ച് ആസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇഫ് നോട്ട് സ്പെസിഫൈഡ് ടു ബി ചാർജ് സാലറി, കമ്മീഷൻ എക്സെട്ര ഇസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നാണ് കേട്ടോ. ഇത് നമുക്ക് നോട്ടായിട്ടൊന്ന് കുറിച്ച് വെക്കുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒന്നുകിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്, കറണ്ട് അക്കൗണ്ടിലേക്ക്. അപ്പം അതിൽ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും നമ്മൾ തയ്യാറാക്കാൻ പഠിക്കുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആകും. അപ്പം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലും നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണെങ്കിൽ നമ്മൾ ഈ പ്രോഫിറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണ് എങ്കിൽ നമ്മളത് കറണ്ട് അക്കൗണ്ടിലേക്ക് വേണം ട്രാൻസ്ഫർ ചെയ്യാൻ. ആ മെത്തേഡിൽ 2 അക്കൗണ്ട് തയ്യാറാക്കണം. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ ക്ലിയർ ആകും. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഫേമിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാകത്തിന് പ്രോഫിറ്റ് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് നടത്താൻ പറ്റൂ. അതായത് ഇൻ കേസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നുള്ള നെറ്റ് ലോസ് ട്രാൻസ്ഫർ ചെയ്തു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക്, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക്, കൂടാതെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്രെഡിറ്റും ചെയ്തു. ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ ലോസ് ആണ് റിസൾട്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ അപ്രോപ്രിയേഷൻ നടത്താൻ പറ്റില്ല, കാരണം പ്രോഫിറ്റ് ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ വന്നാൽ ഉണ്ടാകുന്ന നഷ്ടം പാർട്ട്നേഴ്സ് അവരുടെ ഡീഡിൽ പറഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ തന്നെ വീതിച്ചെടുക്കണം. ഡീഡ് ഇല്ലെങ്കിൽ തുല്യമായിട്ട് ഷെയർ ചെയ്യണം. എന്നാൽ റിസൾട്ട് പ്രോഫിറ്റ് ആണെങ്കിൽ ലഭ്യമായ പ്രോഫിറ്റിനനുസരിച്ച് അപ്രോപ്രിയേഷൻ നടത്താം. ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ വ്യക്തമായി മനസ്സിലാകും. ഇപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റും അതിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റംസും ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റംസും ഒന്ന് ഓർത്തിരിക്കാൻ എളുപ്പത്തിൽ ഇങ്ങനെ ഓർത്താൽ മതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഫേമിനെ സംബന്ധിച്ച് വരുന്ന എക്സ്പെൻസസും ലോസസും എല്ലാം ഡെബിറ്റ് ചെയ്യുക. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നുള്ള നെറ്റ് ലോസ്, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, അതുപോലെ റിസർവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് തുക റിസർവ് ആയിട്ട് മാറ്റിവെക്കാൻ പാർട്ട്നേഴ്സ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടുന്ന ഐറ്റംസ് ആണ്. പ്രോഫിറ്റ് ലോസ് ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് പറയുന്നത്, ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നുള്ള റിസൾട്ടായുള്ള നെറ്റ് പ്രോഫിറ്റ് ആണ് എങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ വരണം. കൂടാതെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട് എങ്കിൽ അതെന്ന് പറയുന്നത് ഫേമിനെ സംബന്ധിച്ച് ഇൻകം ആണ്, അതുകൊണ്ട് അതും ക്രെഡിറ്റ് സൈഡിൽ വരേണ്ടതാണ്. അത്രയും രേഖപ്പെടുത്തിയ ശേഷം ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ അവിടെ റിസൾട്ട് എന്ന് പറയുന്നത് ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ്. അതായത് പാർട്ട്നേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാകത്തിന് അവിടെ പ്രോഫിറ്റ് അവൈലബിൾ ആണെന്നാണ്. ആ കിട്ടിയ പ്രോഫിറ്റിനെ
ആ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഓരോ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പ്രത്യേകം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതും രണ്ട് മെത്തേഡിൽ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലും. അതിൽ നമ്മൾ തയ്യാറാക്കുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് മെത്തേഡിലാണ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നതെങ്കിൽ ആ പ്രോഫിറ്റ് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. നേരെ മറിച്ച് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.